സ്കൂളിലും ക്യാമ്പസുകളിലും ആൺകുട്ടികൾ തമ്മിൽ തല്ലുന്ന സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ആലപ്പുഴയിൽ പെൺകുട്ടികൾ സ്കൂളിൽ തമ്മിലടിച്ചൊരു സംഭവമുണ്ടായി. ബെസ്റ്റിയെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠികൾ മർദ്ദിച്ചത്. SSLC പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിലിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ സൗത്ത് പോലീസ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. തുടർ നടപടിക്കായി കേസ് ആലപ്പുഴ വനിതാ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പ്രണയ സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹിതൻ ചേരുന്നത്. ശരണ്യയിലേക്ക് പോകും മുൻപ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിലേക്ക്. എൻ്റെ മോളെ സ്കൂളിൽ നിന്ന് എക്സാം കഴിഞ്ഞിട്ട് അവൾ വരുന്നത് ഒരു കുട്ടി അവളെ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ക്ലാസ് റൂമിലോട്ട് കയറ്റി വേറൊരു കുട്ടിയെ കൊണ്ട് ക്ലാസ് റൂം അടപ്പിച്ചിട്ട് കുട്ടിയുടെ മുതുക് ഇടിച്ച് ചതച്ച് വിട്ട്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അവിടുത്തെ HM പറഞ്ഞത് മോള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് മോള് പറയണം മോൾക്ക് മുതുക് വേദനയാണെന്ന് പറയണം, സ്കൂളിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യരുത്, സ്കൂളിന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളത് ഒത്തുതീർപ്പാക്കാൻ ചെന്നപ്പോൾ PTA-ക്കാരും ടീച്ചേഴ്സും എല്ലാം കൂടെ അവരുടെ സൈഡിൽ നിന്ന് ഞങ്ങളെ മോശക്കാരാക്കിയിട്ട് മീഡിയക്കാർക്ക് എവിടെ വേണേലും നിങ്ങൾ കൊടുത്തോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെ ഒന്നും ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഇപ്പം കുഞ്ഞിന് സുഖമില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് ഇതാക്കിയിരിക്കുക. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അങ്ങനെ ഒരു കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കാരണം ഈ പെൺകുട്ടികൾ തമ്മിൽ സ്കൂളിലും അങ്ങനെ പൊതുസ്ഥലത്തുമൊക്കെ തമ്മിൽ തല്ലുന്ന സംഭവങ്ങൾ ഈ ആലപ്പുഴയിലെ സ്കൂളിൽ, അതായത് നഗരഹൃദയത്തിലുള്ള സ്കൂൾ എന്നാണ് മനസ്സിലാക്കുന്നത്, അവിടെ എന്താണ് സംഭവിച്ചത്? ബെസ്റ്റിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് കാരണമായെന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ വസ്തുത എന്താണ്? ടോമ, ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു SSLC പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥിനികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തിങ്കളാഴ്ച ഈ സംഭവം ഉണ്ടായത്. ഇത് പരീക്ഷ കഴിഞ്ഞ് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആൺസുഹൃത്തിന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു തല്ലിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഈ രണ്ട് പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഈ സംഭവം നടന്ന കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട്, അതായത് SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളാണ് പരീക്ഷയ്ക്ക് ശേഷം ക്ലാസ് മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് പെൺകുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ആദ്യത്തെ ദിവസം തന്നെ ഒരു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. ഈ പെൺകുട്ടിയുടെ പുറത്താണ് മർദ്ദനമേറ്റത്. പക്ഷേ മറ്റു പെൺകുട്ടികൾ ആ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന മറ്റു പെൺകുട്ടികളോട് ഈ വിശദാംശങ്ങൾ അന്വേഷിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം മർദ്ദിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സംഭവം തിങ്കളാഴ്ച ഈ സംഭവം നടന്നതിന് ശേഷം ബുധനാഴ്ച സ്കൂളിൽ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. PTA-യുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ SSLC പരീക്ഷ കൂടി നടക്കുന്നു. SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നെങ്കിലും ഈ രക്ഷകർത്താക്കളെ, അതായത് മർദ്ദനമേറ്റു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ രക്ഷകർത്താക്കളെ ചൊടിപ്പിച്ചത് ഈ ഒരു പരാതിയുമായി PTA-യെയും HM-നെയും അവർ സമീപിച്ചപ്പോൾ ആ സംഭവത്തിനകത്ത് മറ്റ് കുട്ടികൾക്ക്, അതായത് ആരോപണ വിധേയരായ കുട്ടികൾക്ക് അനുകൂലമായ രീതിയിൽ എഴുതി തയ്യാറാക്കിയ ഒരു കത്ത് PTA യോഗത്തിൽ വായിച്ചു എന്നുള്ളതാണ് കൂടുതൽ പ്രകോപനത്തിലേക്ക് പോയത്. അങ്ങനെ ഈ സ്കൂളിൽ, നഗരമധ്യത്തിലെ സ്കൂളിനകത്ത്, എയ്ഡഡ് സ്കൂളാണ്, ആ സ്കൂളിനകത്താണ് ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച PTA മീറ്റിംഗ് കൂടിയപ്പോഴും വലിയ തർക്കം ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല, ചേരിതിരിഞ്ഞ്, അതായത് മർദ്ദിച്ചു എന്ന് ആരോപിക്കുന്ന ആളുകളെയും അവരെ പിന്തുണയ്ക്കുന്നവരും അല്ലാത്ത വിദ്യാർത്ഥിനികളുടെ രക്ഷകർത്താക്കളും ചേർന്ന് ഉള്ള ഒരു ചേരിതിരിഞ്ഞ ഒരു വാക്പോരിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. തുടർന്ന് അവിടെ വെച്ച് തന്നെ ഒരു കുട്ടിക്ക്, അതായത് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ കുട്ടിക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും അതിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത് ജനറൽ ആശുപത്രിയാണ്. അതുകൂടാണ്ട് ഈ കാര്യമായ മർദ്ദനമേറ്റത് ഇപ്പോൾ നമ്മൾ കേട്ട ബൈറ്റിൽ കണ്ട, അതായത് പ്രതികരണത്തിൽ കണ്ട അമ്മയുടെ മകളെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കുന്നതിന് വേണ്ടി മാറ്റിയിരുന്നു. കാരണം ഈ കുട്ടിയുടെ കൈമുട്ട് ഉപയോഗിച്ച് ഈ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ അനുരഞ്ജനത്തിന് ശ്രമം നടന്നെങ്കിലും ഫലം കണ്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. അതായത് ഈ പരാതിയുമായി കുടുംബം മുന്നോട്ട് പോവുകയാണോ? ഈ സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിട്ട് ഈ പെൺകുട്ടിയെ, ഈ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചവർക്കെതിരെ യാതൊരു നടപടിയും എടുത്തില്ലെന്നാണോ ഈ കുടുംബത്തിന്റെ പരാതി?
ടോമ, ഏകപക്ഷീയമായിരുന്നു സ്കൂൾ അധികൃതരുടെ ഇടപെടൽ എന്നുള്ളതാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മർദ്ദനമേറ്റ പെൺകുട്ടിക്ക് ഒപ്പം തന്നെ പെൺകുട്ടിക്ക് വേണ്ടിയല്ല, മറിച്ച് മറ്റു പെൺകുട്ടികൾ മർദ്ദിച്ചു എന്ന് ആരോപിക്കുന്ന, അതായത് ആൺസുഹൃത്തിനിലേക്ക് മെസ്സേജ് അയച്ചതിനെ സംബന്ധിച്ച് തർക്കമുണ്ടായ പെൺകുട്ടിയെ സംബന്ധിച്ച് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് അവർ അനുകൂലിക്കുന്ന നിലപാട് മാത്രം, അതായത് രണ്ട് വിഭാഗത്തെയും കേൾക്കാതെ ഒരു വിഭാഗത്തിനെ മാത്രം അനുകൂലിക്കുന്ന നിലപാടാണ് ഉണ്ടായത്. പരാതിക്കാരായി സമീപിച്ചത് തങ്ങളാണ് എന്നുള്ളതാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. പക്ഷേ മറ്റ് വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ മറുഭാഗത്തിന് വേണ്ടിയായിരുന്നു സ്കൂൾ അധികൃതരുടെയും PTA-യുടെയും ഇടപെടൽ എന്നുള്ളതും ഏകപക്ഷീയമായി ഒരു ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിൽ ഒരു കത്ത് എഴുതി കൊണ്ടുവന്ന HM-ഉം PTA പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ അത് വായിച്ചപ്പോഴാണ് ഇത് വീണ്ടും ഒരു പ്രകോപനത്തിലേക്ക് പോയത്. പിന്നീട് സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. സൗത്ത് പോലീസ് ഇടപെട്ട് രണ്ടു കൂട്ടരുടെയും രക്ഷകർത്താക്കളോടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ അതൊരു കോംപ്രമൈസ് ശ്രമത്തിലേക്ക് പോയില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ PTA മീറ്റിംഗ് കൂടി കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും അതായത് മുതുകിൽ മർദ്ദനമേറ്റ കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം മർദ്ദിക്കുകയും ആ കുട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്നും CT സ്കാൻ അടക്കമുള്ള വിദഗ്ധമായ പരിശോധനകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയുമാണ് ചെയ്തത്. മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണമുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിച്ചു എന്നുള്ളതാണ് കണ്ടുനിന്ന പെൺകുട്ടികൾ അടക്കം മൊഴി പോലീസിന് വിവരം കൈമാറിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ സൗത്ത് പോലീസ് രക്ഷകർത്താക്കളുടെ പരാതിയിന്മേൽ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മൊഴി രേഖപ്പെടുത്തിയ ശേഷം വനിതാ സെല്ലിന് ഇത് കൈമാറിയിട്ടുണ്ട്. ടോം, തീർച്ചയായും ശരണ്യ, ഇതിന്റെ ഒരു കാരണം കൂടി അറിയണം. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഒരു സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ടാണ് SLC പരീക്ഷ കഴിഞ്ഞപ്പോൾ ക്ലാസ് മുറിക്ക് പുറത്ത് ഈ അടി ഉണ്ടായതും പരസ്പരം തമ്മിൽ തല്ലിയതെന്നാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിന്റെ കാരണം ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ്റെയൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റിയെ ചൊല്ലിയുള്ള തർക്കമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് തന്നെയാണോ ഈ ആക്രമണത്തിന് കാരണമായത്? പോലീസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് ആരാണ് ബെസ്റ്റി എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു തർക്കമാണ് ഇങ്ങനെ ഒരു പരസ്പരമുള്ള ഒരു ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ്, അക്രമത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസും പറയുന്നത്. അതായത് ആൺസുഹൃത്തിന് മെസ്സേജ് അയച്ചു, അത് പ്രണയ സന്ദേശമായിരുന്നു എന്ന് പറഞ്ഞു, അല്ല സൗഹൃദപൂർവമായ സന്ദേശമായിരുന്നു എന്നൊക്കെ വാദങ്ങൾ ഇപ്പോൾ ഉയർന്ന ഈ രക്ഷകർത്താക്കളായ ആളുകളൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ ആൺസുഹൃത്തിനെ ഈ രണ്ടുപേരിൽ ആരാണ് ബെസ്റ്റി അല്ലെങ്കിൽ ആരാണ് ഏറ്റവും അടുത്ത ആൾ എന്നതിനെ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു ഇങ്ങനെ ഒരു ഇവർ തമ്മിലുള്ള ഒരു അക്രമത്തിലേക്ക് അവസാനം എത്തിയത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ കുട്ടികളാണെങ്കിൽ SLC പരീക്ഷ എഴുതുന്നവരാണ്. ഇവർ രണ്ടുപേരും SLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളുമാണ്. ഈ ആൺസുഹൃത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന ഇൻസ്റ്റഗ്രാം വഴി വന്ന ഒരു മെസ്സേജാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത്. സ്കൂളിൽ ആകെ ഒരു വലിയ ബഹളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം PTA മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു. തിങ്കളാഴ്ച ഈ സംഭവം ഉണ്ടായി. അതിനുശേഷം പരാതിയിലേക്ക് പോയി ആശുപത്രിയിൽ രണ്ട് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. പിന്നീട് PTA മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നു. PTA മീറ്റിംഗിൽ ആകെ ബഹളമായാണ് അവസാനിച്ചത്. അതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട കുട്ടിയുടെ മുതുകിലടക്കം പരിക്കുണ്ട് എന്നുള്ളതാണ്. മർദ്ദനമേറ്റിട്ടുണ്ട്, കൈമുട്ട് ഉപയോഗിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ആ കുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അവരുടെ രക്ഷകർത്താക്കളും അങ്ങനെ തന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്. എല്ലാവരും SLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിനികളാണ് എന്നുള്ളതുമാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധ. അവരുടെ ഒരു പരീക്ഷാ കാലയളവിലാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോയി വിദ്യാർത്ഥികൾ എത്തി നിൽക്കുന്നത്. എന്തായാലും പോലീസ് ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു പരാതിയിൽ കുടുംബങ്ങൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ നിയമ നടപടിയിലേക്ക് കടക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ആലപ്പുഴ സൗത്ത് പോലീസ് ആദ്യം കേസിന്റെ നടപടികൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ അത് വനിതാ സെല്ലിൽ എത്തി നിൽക്കുന്നു. ടോം, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ നഗരഹൃദയത്തിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പരീക്ഷ കഴിഞ്ഞ് ക്ലാസ് മുറിയുടെ പുറത്ത് പരസ്പരം ഏറ്റുമുട്ടിയത്. ഒരു ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ രീതിയിലുള്ള ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസും സ്കൂൾ അധികൃതരും ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ. എന്തായാലും രണ്ട് കുടുംബങ്ങളെയും ഒന്നിച്ചിരുത്തി, ഈ രക്ഷിതാക്കളെ ഒന്നിച്ചിരുത്തി ഒരു അനുരഞ്ജന ശ്രമത്തിന് സ്കൂൾ അധികൃതർ നീക്കങ്ങൾ നടത്തിയെങ്കിൽ പോലും അതിന് ഫലം കണ്ടിട്ടില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കുടുംബാംഗങ്ങളും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം
ഹൈക്കോടതി കാസർഗോഡ് 15-കാരിയെ കാണാതായത് പിന്നീട് ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനാ കേസ് വന്നപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ലോകം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡിന് ശേഷവും മുൻപും എന്ന രീതിയിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ മനോഭാവത്തിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. കാരണം നേരത്തെ മുൻപൊക്കെ ഒരു പ്രണയം ഉണ്ട് എങ്കിൽ അത് പുറത്തു പറയാൻ പോലും ഭയപ്പെട്ടിരുന്ന അതല്ലെങ്കിൽ അത് മറച്ചു വെച്ചിരുന്ന രഹസ്യമായി വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആൺസുഹൃത്തിനെ ചൊല്ലി പരസ്പരം തമ്മിൽ തല്ലുന്ന ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് പോലും നമ്മളുടെ കുട്ടികളുടെ മനോഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്.